അപ്പോൾ ദേ ഇന്ന് മത്തിയാണ്. മത്തി മാങ്ങ ഇട്ട് വെക്കാൻ പോണേ കേട്ടോ. നല്ലതാ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ മത്തിക്ക്. അപ്പം നമുക്ക് മത്തി കറി വെക്കാം. കടുക് പൊട്ടിക്കാം, പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതാ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതാ എണ്ണ ഒഴിച്ച് കൊടുത്തു. പുളി ഇടണ്ടല്ലോ, മാങ്ങയല്ലേ ഇടുന്നത്. അപ്പോൾ പുളി തിളപ്പിക്കുമെന്താ. പിന്നെ അത് മുളക് പൊടി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് നേരിട്ട് ഇടുക കേട്ടോ. മത്തി അങ്ങനെ കറി വെക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പം തീ ഒന്ന് കത്തി ഒന്ന് എണ്ണയൊക്കെ ചൂടായി വരട്ടെ കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുത്തോളൂ. ചട്ടി ചൂടുണ്ട് നല്ല, എന്നാലും അതൊന്ന് വഴണ്ട് വരട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് എത്ര വേണം അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം. എരിവ് എങ്ങനെ വേണമെന്നനുസരിച്ച്. ഇപ്പോൾ തേങ്ങ അരച്ചിടുന്നതുകൊണ്ട് കുറച്ചധികം മുളകിട്ടാലും കുഴപ്പമൊന്നുമില്ല. മുളക് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇത് തേങ്ങ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇതാ 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. പുളിയ ഇടുന്നെങ്കിൽ ഞാൻ 3 സ്പൂൺ ഇടുവേ. കാരണം വെച്ചാൽ പുളി അങ്ങോട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഉപ്പ് കുറഞ്ഞു വരും. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഒന്ന് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്ക് നല്ല വേവുള്ള മാങ്ങയാണ്. അപ്പം മാങ്ങ ഇട്ടൊന്ന് തിളച്ചിട്ട് ഇതാ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ട് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. തിളക്കട്ടെ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചാൽ പെട്ടെന്ന് തിളയ്ക്കും കേട്ടോ, അതുകൊണ്ടാണ്. ഇതാ മീനും മാങ്ങയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെന്തായാലും വെന്ത് വരാൻ ഒരു 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ആ 10 മിനിറ്റും കൊണ്ട് മാങ്ങയും വെന്തോളും. അപ്പം എന്തായാലും നമുക്ക് ഇട്ട് കൊടുക്കാം. മുറിച്ചിട്ടൊന്നുമില്ല, മുഴുവനോടെയാണ് കേട്ടോ ഇടുന്നത്. ലേശം വെള്ളം കൂടി വേണം. പിന്നെ നമ്മുടെ മുട്ട, നമ്മുടെ മുട്ടയല്ല മീനിൻ്റെ മുട്ട, മീൻ മുട്ട പരിഞ്ഞിൽ. അപ്പം അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാവേ. അല്ലെങ്കിൽ പിന്നെ അത് വറക്കാൻ നിൽക്കണം. വറക്കണതാണ് കേട്ടോ ടേസ്റ്റ്. എനിക്കിഷ്ടം വറക്കണതാ കറി വെക്കണേലും. അവിടെ ഒരു പോകാനുള്ള മടി കൊണ്ടേ തിളപ്പിച്ച് അരച്ച വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി എടുത്ത് ഇങ്ങനെ ഒന്ന് കറക്കുക. അപ്പോൾ വിചാരിക്കും, ഈ ചൂടായിരിക്കണ ചട്ടിയിൽ എങ്ങനെ പിടിക്കുന്നെന്ന്. എനിക്ക് ചെറിയ അത്യാവശ്യം ചൂടൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, ഈ ചട്ടിയിൽ ചൂടൊന്നും പ്രശ്നമല്ല. എടുത്തങ്ങ് വെക്കും. അപ്പോൾ അതേ മൂടി വെക്കാം ഒരു 10 മിനിറ്റ്. പാത്രമൊക്കെ വാഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മത്തി മാങ്ങയിട്ട കറി റെഡി ആയിരിക്കും. ഇവിടെയൊക്കെ തെറിച്ചു. ഇതൊക്കെ ഒന്ന് തുടക്കട്ടെ. അവസാനം ഇത്തിരി കറിവേപ്പില ഇടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് മറന്നുപോയി കേട്ടോ. ഇട്ടേക്കാം. മുകളിലെ പച്ചക്കറിവേപ്പില കിടക്കണ കാണുമ്പം നല്ല രസമല്ലേ. അപ്പോൾ അതിൻ്റെ അപ്പോൾ ഒരു സ്മെല്ല്, പച്ച കറിവേപ്പില ഇടുമ്പോൾ ആ ചൂടിലേക്ക് ഇടുമ്പോൾ ഒരു സ്മെല്ല് വരും. അതൊരു നല്ല മണമാണ് കേട്ടോ, അടിപൊളിയാണ്.
നല്ല ചുമട്ടോ. അതേ ചാളക്കറി റെഡി ആയിട്ടുണ്ട്. തീ നിർത്തി കൊടുക്കാം. 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കിടന്ന മാങ്ങയൊക്കെ ഒന്ന് പുളിയിറങ്ങി നല്ല പാകത്തിനായി കഴിയുമ്പോൾ മാങ്ങ ശരിക്കും ഇത് നാളെ കൂട്ടാനാണ് കേട്ടോ ടേസ്റ്റ്. അന്നേരത്തേക്കൊക്കെ മാങ്ങയുടെ പുളിയൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങി നല്ല രുചിയൊക്കെ വരുള്ളൂ. വെന്തിട്ടുണ്ട് തണ്ട, പക്ഷെ ഉടയില്ല എന്നേ ഉള്ളൂ. മാങ്ങ ഉടയില്ല, ഉടയാത്ത മാങ്ങ. ഇങ്ങനെ ഉടച്ചാൽ ഉടഞ്ഞു കിട്ടും. അപ്പോൾ അതേ ആ പുളിയും കൂടി ഒന്ന് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇന്ന് മത്തിക്കറി കൂട്ടി ചോറുണ്ണാം.